ഇടത് പ്രതിനിധി ജലീൽ പുനലൂരിലേക്കാണ്. ശ്രീ ജലീൽ, ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച കോൺഗ്രസ് പ്രതിനിധി പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായ കേസാണ് രാഹുലിനെതിരെ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്തും അങ്ങനെ കുറേ ദുർബല ചിത്തരുണ്ട്. പി ശശിയുണ്ട്, പി കെ ശശിയുണ്ട്, സി കെ ശശീന്ദ്രനുണ്ട്, കെ പി ഗണേഷ് കുമാറുണ്ട്. അങ്ങനെ ആ പട്ടിക നീണ്ടുപോകുകയാണ്. അപ്പോൾ ആ സമയത്തൊന്നും ഇല്ലാതിരുന്ന ഒരു ഊർജമാണ് ഇപ്പോൾ രാഹുലിൻ്റെ കേസ് വന്നപ്പോൾ ഉണ്ടായത് എന്നാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു വെക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ പ്രതികരണം നോക്കൂ, ഈ ഒരു കേസിൽ നീതിയുടെയും ന്യായത്തിന്റെയും സ്ത്രീത്വത്തിന്റെയും ഭാഗത്ത് നിൽക്കാനാണ് ഇടതുപക്ഷം ആഗ്രഹിച്ചിട്ടുള്ളത്. കോൺഗ്രസിന്റെ പ്രതിനിധി ചെറുപ്പക്കാരൻ വളരെ വൈകാരികമായി വളരെ ആവേശത്തിരയിളക്കിക്കൊണ്ട് സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തോട് ആദ്യമേ സൂചിപ്പിക്കട്ടെ, ജനം ടി വി ആയിരിക്കാം, ജനം ടി വിയെ സംബന്ധിച്ച് താല്പര്യങ്ങൾ ഉണ്ടായിരിക്കാം. അതൊരു പക്ഷേ താങ്കളും ഞാനും സംശയിക്കുന്നത് പോലെ നിക്ഷിപ്തമായ താല്പര്യങ്ങൾ ഉണ്ടായിരിക്കാം. അതവിടെ ഇരിക്കട്ടെ. എന്നാൽ ഏറെ സമ്പന്നമായ നിക്ഷിപ്ത താല്പര്യമൊന്നുമില്ല ഇക്കാര്യത്തിൽ. ആ വാദം ഞങ്ങൾ നിഷേധിക്കുകയാണ്. ഓക്കെ, ഞങ്ങൾക്ക് അങ്ങനെ സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് അവകാശം ഞങ്ങൾക്കുമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഏറെ സമ്പന്നമായ കേരളീയ പൊതുപ്രവർത്തന മേഖലയെയും കേരളീയ പൊതു മനസ്സാക്ഷിയെയും ഞെട്ടിച്ച ഒരു സംഭവത്തിൽ, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവ പരമ്പരയിൽ കോൺഗ്രസ് പ്രതിനിധി ഇത്ര വൈകാരികമായിട്ട് ഇടപെടുന്നത് അനുചിതമാണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ശരി, ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, സംസാരിച്ചോളൂ. അദ്ദേഹം പറയുന്നത് ഇത് മാധ്യമ സിൻഡിക്കേറ്റിന്റെ പിന്തുണയോടുകൂടി ആരോ കെട്ടിച്ചമച്ച കേസുകളാണെന്ന്. അതിനൊക്കെ വളരെ നേരത്തെ ഇവിടെ കൃത്യമായ ചോദ്യങ്ങൾ ഉയരുകയും വിശദീകരണം നൽകപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ മാധ്യമ സിൻഡിക്കേറ്റിന്റെ സംഭാവനയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു തർക്കമില്ല. DD സതീശൻ മാധ്യമ സിൻഡിക്കേറ്റുകളുടെ പിന്തുണയോടുകൂടി കേരളീയ രാഷ്ട്രീയത്തിൽ ഒരു പക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അടിച്ചേൽപ്പിച്ച രണ്ട് വികൃതമായ മുഖങ്ങളാണ്. ആ മുഖങ്ങളിൽ ഒന്നിന്റെ പൊയ്മുഖം ഇപ്പോൾ ഇവിടെ വീണിരിക്കുകയാണ്. ഏതൊരു വിഷയം വന്നാലും ഇടതുപക്ഷത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, ഇടതുപക്ഷത്തെ പ്രതിചേർത്തുകൊണ്ട് സംസാരിക്കാൻ കോൺഗ്രസ് പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അത് കോൺഗ്രസിന്റെ ഒരു തെറ്റായ സമീപനമായിട്ട് ചൂണ്ടിക്കാട്ടിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് പ്രോസിക്യൂഷൻ ആർക്കൊപ്പം നിൽക്കുമെന്ന്. എന്താ സംശയം? ഇത് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, അല്ലെ BJP ആണോ? കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ ആരാണോ ഇര, ആ ഇരകൾക്കൊപ്പം നിൽക്കുക എന്നുള്ള ഒരു ബാധ്യതയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിട്ടുള്ളത്. അതുപോലെ കോൺഗ്രസിന്റെ പ്രതിനിധിയോട്, വിശേഷ ചെറുപ്പക്കാരനാണ് എനിക്ക് താങ്കളോട് പറയുന്നത്, നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മഹനീയമായ ഒരു സംവിധാനമാണ് കോൺഗ്രസ്. കോൺഗ്രസിനെ ഞങ്ങൾ വില കുറച്ച് കാണുന്നില്ല. പക്ഷേ കോൺഗ്രസിലെ താങ്കളെ പോലെയുള്ള വളർന്നു വരുന്ന വക്താക്കൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാട്ടരുത്. അരുതായ്മ ആര് കാട്ടിയാലും അതിനെ അരുതായ്മ എന്ന് പറയാനുള്ള ആർജവത്വം ഒരു കാലഘട്ടത്തിൽ KSUവിനും യൂത്ത് കോൺഗ്രസിനും ഉണ്ടായിരുന്നു. ഇന്നത് നഷ്ടപ്പെട്ടു പോയതിന്റെ ഏറ്റവും വലിയ ദുരന്തമാണ് കോൺഗ്രസ് പേറുന്നത്. താങ്കളുടെ ഈ വാഗ്ദോരണികൾ കേട്ടാൽ 2004 ഐസ്ക്രീം കേസുമായി ബന്ധപ്പെട്ട് സമാനമായി ഇവിടെ ഒരു വിവാദമുണ്ടായി. അന്നും ചാനലുകളിൽ മുസ്ലിം ലീഗുകാർ ഈ നിലയിലാണ് അട്ടഹസിച്ചത്. എതിരാളികളെ ആക്രമിച്ചത് അങ്ങനെയാണ്. ഉംറ നിർവഹിച്ചു കഴിഞ്ഞ് കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങിയ അതിലെ മുഖ്യപ്രതിയായ PK കുഞ്ഞാലിക്കുട്ടിയുടെ ചിത്രങ്ങൾ ശേഖരിക്കാൻ വന്ന മാധ്യമ പ്രവർത്തകയെ ഉടുമുതുണി പൊക്കിക്കാട്ടിയ ആ UDFന്റെയും ലീഗിന്റെയും സംസ്കാരം തെറ്റായിരുന്നുവെന്ന ചരിത്രം കോൺഗ്രസിന്റെ യുവ നേതാക്കൾ പഠിക്കണം. അതല്ലെങ്കിൽ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് വലിയ ഒരു അപജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം താങ്കൾ പറഞ്ഞു, AK ശശീന്ദ്രന്റെ കേസും ഗണേഷ് കുമാറിന്റെ കേസും P ശശിയുടെ കേസും ഒക്കെ താങ്കൾ വളരെ വ്യാജാലമായിട്ട് പറഞ്ഞു. അത് BJPയുടെ പ്രതിനിധി കടമെടുത്തുകൊണ്ട് പറയുന്നു. AK ശശീന്ദ്രൻ അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ആരോപണം വന്നപ്പോൾ ആരോപണം വന്ന മാത്രയിൽ നിന്നും മന്ത്രി കസേരയിൽ നിന്നും മാറ്റി നിർത്തി അദ്ദേഹത്തിന് നിയമ നടപടിക്ക് വിധേയനാകാൻ ആവശ്യപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അദ്ദേഹത്തെ മുഖം രക്ഷിക്കൽ മാത്രമായിരുന്നു AK ശശീന്ദ്രന്റെ കാര്യത്തിൽ ഉണ്ടായത്.
എ അല്ല, കെ ശശീന്ദ്രന്റെ മുഖം കാര്യത്തിൽ രക്ഷിക്കൽ എന്ന് അതാണ് വേണമെങ്കിൽ ഉണ്ടായത്. നമുക്ക് പറയാം. പി കെ ശശിയുടെ അല്ല, കാര്യത്തിൽ ഉണ്ടായത് അതിന്റെ തീവ്രത പരിശോധിക്കാൻ ഒരു കമ്മിറ്റിയൊക്കെ വന്നു. അത് പാർട്ടി അല്ല, കോടതിയാണ് അതിന്റെ കൈകാര്യം ചാനൽ- ചെയ്തത്. പി ശശിയുടെ കാര്യം ചാനലുകൾക്ക് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ പറയാം. പി ശശിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അങ്ങേയറ്റം അതീവ ഗുരുതരമായ ആരോപണങ്ങൾ പി ശശിക്കെതിരെ ഉയർന്നതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭരിക്കുന്നത് പി ശശിയാണ്. അതുപോലെ തന്നെയാണ് കെ പി ഗണേഷ് കുമാറിന്റെ കാര്യം. കെ പി ഗണേഷ് കുമാർ അപ്പുറത്തായിരുന്നപ്പോൾ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ ഉയർത്തിവിട്ടവരാണ് നിങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ മറന്നുകൊണ്ട് നിങ്ങൾക്കിത് പറയാൻ ധാർമ്മികമായി ഒരു യോഗ്യതയുമില്ല എന്ന് കോൺഗ്രസിന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അവർ പ്രതികരിക്കുന്നതും. ധാർമ്മിക ഉള്ളത് ഇടതുപക്ഷത്തിനാണെന്ന് അടിവരയിട്ടുകൊണ്ട് നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കും. 1996 നയനാർ സർക്കാരിന്റെ കാലത്ത് വിമാനയാത്രയിൽ മുൻപിലിരുന്ന ഒരു സഹയാത്രികയോട് അപമര്യാദയായി പെരുമാറിയ പി ജെ ജോസഫ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് നിമിഷങ്ങൾക്കകം രാജി എഴുതി വാങ്ങിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാ. അതുപോലെ തന്നെ തിരുവനന്തപുരത്താണല്ലോ നിങ്ങൾ ഇരിക്കുന്നത്. തിരുവനന്തപുരത്തെ ഏറ്റവും സീനിയറായ ഒരു ലീഡറുണ്ട്, നീലലോഹിതദാസൻ നാടാർ. സ്വന്തം സഹപ്രവർത്തകരോട് മോശമായ ഒരു പെരുമാറ്റമുണ്ടായി എന്ന് യാതൊരു തെളിവുമില്ലാത്ത ഒരു കേസിൽ. അതൊക്കെ ഈ ഉത്തമ കമ്മ്യൂണിസ്റ്റുകളുടെയൊക്കെ കാലത്ത് അങ്ങനെ ചില നടപടികളൊക്കെ എടുത്തു പോയിട്ടുള്ളതായി നമുക്ക് വേണമെങ്കിൽ പറയാം.